பார்க்கும் போதெல்லாம் உடனே உருக மனமானையிட்டு கேட்குதே நிலை என்னை மீறி போனதே அன்பே இதயம் நிறைய ஒரு ஆசை வந்ததே அருகே இருக்க உள் மொத்தம் என்னை கேட்குதே இடைவேளை இன்றி தாக்குதே அன்பே சொல்லாமல் போனாலும் எந்த காதல் அறிவாயோ ஏற்காமல் போவாயோ என நீ விலகிச் செல்வாயோ வேண்டாம் என்றாலும் உன்னை நான் என்றும் மறவேனோ അഴകി പൊരുളേ നീ. ബേബി എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. JK ബ്രോ സമ്മതിച്ചിട്ടുണ്ട് നീ ബ്രോയുടെ റൂമിൽ തങ്ങാൻ വേണ്ടി. പക്ഷേ ബേബി നീ ഡാഡിന്നോ വേറെ ഒന്നും നീ വിളിക്കരുത്. പിന്നെ ഞാൻ എന്താ വിളിക്കുക? ബ്രോന്ന് വിളി. JK ബ്രോ ഞാൻ വിളിക്കുന്നാണെങ്കിൽ എടാ സുഖ, എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ ബോയ് ഫ്രണ്ടിനെ, എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ, എൻ്റെ ഡാഡീനെ ഞാൻ എങ്ങനെ ബ്രോന്ന് വിളിക്കും? നിനക്ക് കണ്ണി ചോരിയില്ലേടേ? എടാ നീ ഡാഡിന്നോ ഹബീന്നോ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ ആ JKക്ക് മനസ്സിലാവും. JK പിന്നെ നിന്നെ ആ റൂമിലോട്ട് കയറത്തില്ല. ജിമിനോട് പറയും. അത് വേണോ? ഇപ്പോൾ ഞാൻ പാടുപെട്ടാ ഒന്ന് സമ്മതിപ്പിച്ചേ നിന്നെ ആ റൂമിൽ നിർത്താൻ വേണ്ടി. അപ്പം നീ ഇങ്ങനെ കണാകുണ സംസാരിച്ച നിനക്ക് നിന്റെ ഡാഡിയുടെ അടുത്ത് നിൽക്കണോ വേണ്ടയോ? വേണം. അപ്പം പിന്നെ നീ ഇത് സഹിച്ചേ പറ്റൂ കുറച്ച് നാളത്തേക്ക്. നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ പഴയ JKനെ തിരിച്ചു കൊണ്ടുപോവാ. അപ്പം നിനക്ക് ഡാഡിന്നോ ഹബീന്നോ ഗിബീന്നോ ഒക്കെ വിളിക്കാം. എടാ ഈ സമയത്ത് തന്നെ നീ ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ട്രീറ്റ് ചെയ്തോണ്ടാടാ ഇപ്പം നിന്റെ കേട്ടതിൻ്റെ അടുത്ത് നിനക്ക് പോകാൻ പറ്റുന്നേ. താങ്ക് യു സോ മച്ച് ഷുഗ. സാരമില്ല, നീ ഒരു കാര്യം ചെയ്യും JKൻ്റെ റൂമിലോട്ട് വെക്കോ. മെയ്ഡ് ആൻറ്റി റൂമിലോട്ട് തിങ്സ് ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ഓക്കെ ശരി ഷുഗ. പിന്നെ ബേബി ഷുഗ, ജിമിൻ വൈകുന്നേരം നേരത്തെ വരും ഇന്ന്. നീ അതിനു മുന്നേ റൂമിൽ നിന്ന് മാറി സ്റ്റോർ റൂമിൽ കയറിയിരിക്കണം. ഓക്കെ മെയ്ഡാൻറ്റി കൊണ്ട് ഞാൻ അതിനൊരു സിഗ്നൽ തരിപ്പിക്കാം നിനക്ക് ജിമിൻ വന്ന ഉടനെ. ശരി ഷുഗ. ഇപ്പം നമ്മുടെ ടേക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം JKൻ്റെ റൂമിൽ പോകാൻ പോവാണ്. ഇനി മുതൽ JKൻ്റെ റൂമിലായിരിക്കും നമ്മുടെ ടേ ബേബി ഉള്ളത്. ഇനി JKനെ ദിവസം കണ്ടോണ്ടിരിക്കാം, ദിവസം കൂടിയിരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ടേക്ക്. അങ്ങനെ ടേ ബേബി റൂമിന്റെ ഡോർ നോക്കിയാണ് JKൻ്റെ. വന്നോ ബ്രോ? ടേ ആണോ? നിങ്ങളുടെ തിങ്സ് ഒക്കെ ആൻറ്റി എടുത്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. ജിമിൻ വരുമ്പോൾ നീ ആ സ്റ്റോർ റൂമിനകത്തിരിക്കണം കേട്ടോ. അതിനകത്തൊരു കബോർഡ് പോലെ ഉണ്ട്, അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിനക്കത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കംഫർട്ടബിൾ ആണോന്ന് അറിയത്തില്ല. എൻ്റെ ജിമ്മിൽ പോകുന്ന ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു കബോർഡായിരുന്നു അത്. നീ ജിമ്മിന് വരുവാണെങ്കിൽ ഒരുപക്ഷെ ആ റൂം ഓപ്പൺ ചെയ്യുന്ന രീതി വരുവാണെങ്കിൽ നീ ആ കബോർഡിൽ കയറി ഒളിഞ്ഞിരുന്നു. കണ്ടുപിടിക്കത്തില്ല അവൻ ആ കബോർഡ് തുറക്കുന്നതേ ഇഷ്ടമല്ല. നിങ്ങളും കഴിച്ചോ? ഇല്ല. എന്താ കഴിക്കാന്? വിശപ്പൊന്നുമില്ല. അത് ഈ സമയത്ത് നിനക്ക് കഴിച്ചുകൂടെടാ? എടാ നിന്റെ വയറിലൊരു കുഞ്ഞു വളരുന്നുണ്ട്, കുഞ്ഞു ബേബി. ഒരു കാര്യം ചെയ്യ്, ആ ടേബിളിന്റെ പുറത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, മിൽക്കും ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, നീ കുടിച്ചോ. വേണ്ട, അത് ബ്രോയ്ക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതല്ലേ. എടാ എനിക്ക് ഫുഡ് വേണ്ട, വയറിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. എന്ത് പറ്റി? വേറെന്തെങ്കിലും ഞാൻ ഉണ്ടായിക്കൊണ്ട് വരണോ? വേണ്ടടാ, എനിക്ക് എന്താന്ന് അറിയത്തില്ല. ഒന്ന് റിലാക്സ് ചെയ്താൽ മാറുമായിരിക്കും. പിന്നെ ലഞ്ച് കഴിച്ചോളാം ഞാൻ. ഇപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചു. അതെങ്ങനെ ഫുഡ് കഴിക്കാതെ? എടാ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെയ്ഡ് ആൻറ്റി, അപ്പോൾ അതെടുത്ത് ഞാൻ കഴിച്ചു. ബാക്കി അവിടെ ഇരിപ്പുണ്ട്,
കട്ട് ചെയ്തിട്ടില്ല, നീ കട്ട് ചെയ്ത് കഴിച്ചോ. അങ്ങനെ നമ്മുടെ ജെയ്ക്ക് പിന്നെയും കിടക്കാണ്. ജെയ്ക്ക് എന്താണെന്നറിയത്തില്ല, നമ്മുടെ തേനെ തന്നെ നോക്കിയിരിക്കാനാണ് തോന്നുന്നത്. ഡാഡി എന്താ വിളിച്ചത് നീ? സോറി, ഞാൻ എൻ്റെ ഹബ്ബീനെ വിളിക്കാൻ നമുക്ക് വിളിച്ചതാ. ഡാഡി കൊള്ളാം. നീ നിന്റെ ബോയ് ഫ്രണ്ട് ഡാഡിന്നാ വിളിക്കുന്ന? ഒന്നുകൂടെ വിളിച്ചേ. ഡാഡി ഒന്നുകൂടെ. ഡാഡി ഒന്നുകൂടെ. ഡാഡി എന്താ ബ്രോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ചോദിച്ചോ ബ്രോ, ചോദിച്ചു. അല്ല, എന്നെ ഇങ്ങനെ ഡാഡിന്ന് വിളിക്കണമെന്നും ആരുമില്ല. എന്താ? അല്ല, എനിക്ക് നിന്നോടത് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ, നീ എന്നെ ഈ ബ്രോ എന്ന് വിളിക്കാതെ ഡാഡിന്ന് വിളിക്കൂ. എന്താ? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലടാ, എനിക്ക് നീ ഇപ്പോൾ ഈ ഡാഡിന്ന് വിളിക്കുന്നില്ലേ, ആ ഒരു ഫീല് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തരുന്നു. എന്നെ ഇങ്ങനെ ആരും വിളിക്കാനില്ലല്ലോടാ. അതെന്താ ബ്രോ? സോറി, അതെന്താ ഡാഡി? അല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. അപ്പത്തേക്ക് നമ്മുടെ ടേന്റെ മുഖം അങ്ങ് വാടി. നീ എന്തിനാ ടെൻഷനാവുന്നേ? നിന്റെ മുഖം എന്താ ഡള്ളായേ അത് പറഞ്ഞപ്പോ? ഇല്ല, ഞാൻ എൻ്റെ ഡാഡിനെ കുറിച്ച് ആലോചിച്ചു പോയി. അതെന്താ? അല്ല, എൻ്റെ ഡാഡിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആട്ടെ, നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാ? നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് വെച്ചാൽ അതൊരു ഒരു സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ആണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ പറയോ? എനിക്കെന്തൊരു വിരോധം? അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവൂല. അത്രയ്ക്ക് ഇഷ്ടം നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ടിന്? എങ്ങനെ ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്തേ? അത് അത് പിന്നെ ഞാനും ശിവയും ഓഫണാന്ന് ഡാഡിക്ക് അറിയാലോ. ആ, അപ്പം ഒരിക്കൽ ഞങ്ങളുടെ ഒരു ചർച്ചിൻ്റെ ഒരു ഫങ്ഷന് നമ്മുടെ ഈ അനാഥ പിള്ളേർക്കും ഈ കണ്ണ് കാണാൻ വയ്യാത്ത വയസ്സായിരിക്കും സുഖമില്ലാതെ കിടക്കുന്ന പിള്ളേർക്കും ഒക്കെ നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മുടെ ചർച്ചിലൊരു പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്യും. അതിൽ നമ്മൾ ഡൊണേഷൻ കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു വട്ടം ഞാനും ഷികയും കൂടെ ഇങ്ങനെ ഡൊണേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി റോഡിൽ കൂടെ പോവായിരുന്നു. ഈ ട്രാഫിക്കൊക്കെ വരുമ്പോൾ കാറ് സ്റ്റോപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് ഡൊണേഷൻ കാറിൽ തട്ടിയിട്ട് നമ്മൾ ഡൊണേഷൻ വാങ്ങും. കാര്യം പറഞ്ഞ് ചിലർ തരും, ചിലർ തരത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനും ഷികയും കൂടെ ഇങ്ങനെ ഓരോരോ കാരണം ഇങ്ങനെ തട്ടി ഡൊണേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഒരു ബ്ലാക്ക് കളർ BMW കാറ്. അത്രയ്ക്കും റിച്ച് ആയിട്ടുള്ള പേഴ്സണാ? റിച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അത്രയ്ക്കും റിച്ച്. ഞങ്ങളെക്കാട്ടിയും ഡാഡീനെക്കാട്ടിയും റിച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഡാഡിയുടെ അതേ സെയിം. എൻ്റെ അത്ര. ഓക്കെ, എന്നിട്ടെന്താ? എന്നിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിരുന്നു ആ ഗ്ലാസ്സിന് തട്ടിയത്, കാറിൻ്റെ. ഓക്കെ, അപ്പോൾ ഡാഡി, അതായത് എൻ്റെ ബോയ് ഫ്രണ്ടാണ് ആ ഗ്ലാസ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ എനിക്ക് എന്താണെന്നറിയില്ല, പുള്ളിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരുമാതിരി കഷ് പുള്ളിക്ക് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഫീലായേ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ നോട്ടും ഒരുമാതിരി കാർന്ന് തിന്നുന്ന കണക്കായിരുന്നു. ഈ നമ്മുടെ എന്താ പറയുക, ഈ മാഗ്നറ്റ് ഒട്ടിപ്പിടിക്കത്തില്ലേ, കാരണം
അതിങ്ങനെ നമ്മളൊരു ഇരുമ്പോ അങ്ങനത്തെ ഉള്ള മെറ്റലായിട്ടുള്ള ഐറ്റം കാണുമ്പോൾ ഇങ്ങനെ പിടിക്കില്ല. അതേപോലെ എൻ്റെ ഡാഡി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ തുറിച്ച് നോക്കി ഒരുമാതിരി തിന്നുന്ന കണക്ക് നോക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ നെക്കിൻ്റെ കുറച്ച് ഓപ്പൺ ആയി കിടക്കായിരുന്നു. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് അറിയാം അത് ക്രോസ് ചെയ്യേ, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എടുത്തെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കാണേണ്ടത് മറ്റൊരാൾ കാണണ്ടാന്ന്. ആ, നിന്റെ ബോയ് ഫ്രണ്ട് ഭയങ്കര കിറിഞ്ച് സാധനമാണെന്ന് തോന്നുന്നു. കിറിഞ്ച് സാധനം. അത് ഒരു പ്രത്യേക സുഖമായിരുന്നു അത് കേട്ടപ്പം. കാരണം ഫസ്റ്റ് ടൈമാണ് എന്നോട് അങ്ങനെയൊക്കെ ഒരാൾ പറയുന്നത്. സാധാരണ എൻ്റെ ലൈഫിൽ എന്താടാ പെട്ടെന്ന് നമ്മുടെ ടേൻ്റെ മുഖം ഒന്ന് വാടി. എന്ത് പറ്റിയടാ? ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ? ഓർമ്മിപ്പിച്ച്? അതല്ല ഡാഡി, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഒരാളോട് തോന്നുന്നത്. ഫസ്റ്റ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഞാനിതെങ്ങനെ ഓപ്പണായി പറയും. അപ്പോഴേക്കും ശിവ ഓടി ആ കാറിനരികിൽ എത്തിയിരുന്നു. എന്നിട്ട് എന്താ ഞങ്ങൾ കുറച്ച് കാഷ്വലായിട്ട് സംസാരിച്ചു. പിന്നീട് ഞങ്ങൾക്ക് ഡൊണേഷൻ തന്നു. നല്ല ഒരു എമൗണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഡൊണേഷൻ തന്നത്, എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബ്രദറും. പിന്നീട് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് നാൾ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഇതേ റോഡിൽ വന്ന് നിൽക്കുമായിരുന്നു കാത്ത്, സ്കൂളിൽ പോകുന്ന ടൈമിൽ. അപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. ആ ടൈമിലൊക്കെ നോക്കും. ഞാൻ പ്ലസ് വണ്ണും ഷുഗ പ്ലസ് ടുവിനും പഠിക്കുമായിരുന്നു. അപ്പോൾ ഷുഗ രാവിലെ തന്നെ പോവും, ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് പോവുക. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുക. പിന്നീട് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ആ വഴി കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും കാത്തു നിൽക്കും, ബട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നീടാണ് ജിമിൻ ബ്രോ വന്ന് ഞങ്ങളെ ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓ, എന്നിട്ടെന്തേ ഞാൻ നിന്നെ കാണാന്? അത് ഡാഡി എന്താ പറയാ, എന്താടാ? ഞാൻ അത് എന്നെ ലേറ്റായിട്ടാണ് അഡോപ്റ്റ് ചെയ്തത്. അതെങ്ങനെ? നിന്നെയും ഷുഗയും ഒരുമിച്ച് അഡോപ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അല്ല ഡാഡി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ. അപ്പോൾ ഞങ്ങളുടെ ഓർഫനേജിലെ ഫാദറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഫാദറിൻ്റെ മകനെ പോലെ എന്നെ വളർത്തിയിട്ട്. അപ്പോൾ എന്തോ പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റാത്തൊരിത് കാരണം കുറച്ച് നാളും കൂടെ അവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ചു. അതിന് ശേഷമാണ് ഷുഗയും ജിമിൻ ബ്രോയും മാരേജ് ചെയ്തതും ഇപ്പോൾ അവർക്കൊരു കുട്ടി ഉണ്ടായതും. ആ ടൈമിലാണ് ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ മീറ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയതും. അതെങ്ങനെ നടന്നടോ? അതൊരു വലിയ കഥയാട്ടോ. ഞാൻ ഒരിക്കൽ ഇവിടെ ഷുഗറിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന ടൈമിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ എന്നെ ഒരുപാട് മിസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന റൂമില്ലേ, ആ റൂമിലായിരുന്നു സ്റ്റേ. അപ്പം ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ, അതറിയില്ല. അപ്പം ഡാഡി എന്തോ ഓഫീസിൻ്റെ കാര്യമായിട്ട് പുറത്ത് പോയേക്കുമായിരുന്നു എന്നാണ് ജിമിൻ ബ്രോ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ? എന്നിട്ട് ബാക്കി പറ. അപ്പോൾ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ എത്തിയിട്ട് എൻ്റെ റൂം ഏതാണെന്നറിയാതെ എങ്ങനെയൊക്കെയോ അത് പുള്ളിക്കാരൻ കണ്ടുപിടിച്ച് ഗസ് ചെയ്ത്. എന്നിട്ട് എന്താ, ആ റൂമിൻ്റെ ബാൽക്കണിയിൽ കൂടെ ജമ്പ് ചെയ്ത് എൻ്റെ റൂമിൽ രാത്രി വന്നു. അങ്ങനെയാണ് ഈ വയറ്റിൽ കിടക്കുന്ന ബേബി ഫോം ആയത്. സീരിയസ്ലി, ഇതൊരു എന്താ മൂവി ചെയ്യാനുള്ള സ്റ്റോറിയാണല്ലോ. ഓ, അതുകൊണ്ടാണ് നിനക്ക്. പിന്നെ ഇങ്ങനെ നിന്റെ ബോയ് ഫ്രണ്ടിന് ആക്സിഡൻ്റ് ഉണ്ടേ. അത് എൻ്റെ ബോയ് ഫ്രണ്ടിന് ആക്സിഡൻ്റ് ഉണ്ടാകാൻ കാരണക്കാരനും കൂടെ ഒരുപക്ഷെ ഞാനും കൂടെ ആവാം. അതെന്താടാ? അപ്പോഴേക്കും ചേക്കിൻ്റെ ഡോറ് നോക്കാവുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ചേക്കേ, ജിമിൻ, ഡാഡി, നീ സ്റ്റോമിൽ കയറിക്കോ, ഒളിഞ്ഞിരുന്നോ? ശരി. നമ്മുടെ ചേക്ക് നോർമലി എപ്പോഴും പെട്ടെന്ന്
ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഇത് കുറച്ച് താമസമായപ്പോഴത്തേക്കും ജിമ്മിന് ഒരുമാതിരി വെപ്രാളായി. ജിമ്മിൻ കിടന്ന് ആ ഡോറിനകത്ത് അങ്ങ് നോക്കിയാൻ തുടങ്ങി. എടാ ഞാൻ തുറക്കാം. എന്താടാ, എന്താ നീ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ താമസിച്ചേ? അതടാ, ഞാന് എൻ്റെ റിമോട്ട് കീ എന്താ ഏ- എന്ത് പറ്റി? റിമോട്ട് കീ കാണാതായി. ഞാനത് തിരയായിരുന്നു. നിനക്കറിയാലോ എനിക്ക് എണീറ്റിരുന്ന് തിരയാൻ പറ്റില്ലെന്ന്. ഓ, എങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഇനി മുതൽ നീ ഡോർ ക്ലോസ് ചെയ്യണ്ട. വേണ്ടടാ, എനിക്ക് ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ശരി, നീ കഴിച്ചോ? കഴിച്ചു. മെഡിസിൻ എടുത്തോ? ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്? ബെറ്ററായിട്ട് ഫീൽ ആവുന്നുണ്ട്. കൈയൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടടാ. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ജെക്കിൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ജെക്കിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ജിമിൻ അത്രയ്ക്കും കെയർ ചെയ്യുന്നുണ്ട് അവനെ. ജിമിന് ജെക്കില്ലാതെ പറ്റില്ല. കാരണം അവന് അത്രയ്ക്കും ഇഷ്ടമാണ് നമ്മുടെ ജെക്കിനെ ഒരു ബേബിനെ പോലെയാണ് നമ്മുടെ ജിമിൻ കാണുന്നത്. എങ്കിലും നമ്മുടെ ജെക്കിൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, എന്തുകൊണ്ട് ജിമിൻ ടേനെ വെറുക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കാരണം ഷുഗർ നോർമൽ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് ശരിയല്ലല്ലോ. സാധാരണ അങ്ങനെ നമ്മുടെ ജിമിൻ ആരെയും വെറുക്കാറുള്ളതല്ല. എന്തെങ്കിലും നല്ല തക്കതായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ വെറുക്കത്തുള്ളൂ. അപ്പം ടേനെയും നമുക്ക് അവിശ്വസിക്കാൻ പറ്റുന്നില്ല, ജിമിനെയും തള്ളിക്കറിയാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ. എങ്കിലും പോകെ പോകെ മനസ്സിലെന്തോ ഒരു ആരോ പറയുന്ന പോലെ അവന് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് ജെക്ക് സമാധാനത്തിൽ ബെഡിൽ കിടന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ജെക്കിക്ക് ഫുഡെല്ലാം കൊടുത്തു. എന്നിട്ട് ടാബ്ലറ്റും കൊടുത്തു. നേരെ ബെഡിൽ കിടത്തി. ബെഡൊക്കെ നീറ്റാക്കിയിട്ട് അവനെ കിടത്തി. തിരിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോവാടാ, ഓഫീസിൽ കുറച്ച് പണിയുണ്ട്. നോർമൽ കാഷ്വലായിട്ട് കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ജിമിൻ ആ റൂമിൽ നിന്ന് പോകുന്നത്. അതിനുശേഷമാണ് കാണിക്കുന്നത്. ഷുഗറുമായിട്ട് നമ്മുടെ ഇപ്പോൾ ജിമിന് പ്രത്യേകിച്ചും വലുതായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ജിമിൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നാലും നമ്മുടെ ഷുഗർ സംസാരിക്കത്തില്ല. ഭയങ്കര ദേഷ്യം പിടിച്ചു. കാരണം ജിമിന് നമ്മുടെ ടേനെ കുറിച്ച് ഷുഗർ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഷുഗർ, എന്താ ജിമിൻ? അല്ല, ടേ എന്തിയേ? ടേനെ ഇവിടെ കാണുന്നില്ലല്ലോ. അവൻ്റെ റൂം കാലിയായിട്ട് കിടക്കാം. അവൻ്റെ തിങ്സ് ഒക്കെ എന്തേ? അവനെന്തേ? നിങ്ങളല്ലേ പറഞ്ഞത്? എന്ത്? അല്ല, ടേനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണോ? എടാ ഞാനിപ്പോൾ പറഞ്ഞു. ആ, നിങ്ങൾ പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മെർലിൻ്റെ അടുത്ത് അവനെ ചെക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ, എടാ ഒരു മിനിറ്റ്. എന്താ? അല്ല, ഞാൻ മെർലിനെ ഒന്ന് വിളിക്കട്ടെ. മെർലിൻ ടേനെ ചെക്ക് ചെയ്തിട്ട് എന്നെ ഇൻഫോം ചെയ്തില്ല ആ കാര്യം. എന്താ? അത് ജിമിൻ എന്താ? അല്ല, ടേക്ക് ബേബിയൊന്നും കൺഫേം ആയില്ല. ഓ, അതാണ് അവൾ വിളിക്കാനേ. ജിമിൻ, ഞാനാ പറഞ്ഞത് ഡോക്ടറിനോട്. ഞാൻ ജിമിനോട് പറഞ്ഞോളാന്ന്. ഡോക്ടർ ജിമിനെ വിളിക്കാൻ ഒരുങ്ങിയതായിരുന്നു. ഓ ശരി. എന്നിട്ട് ടേ എന്തേടാ? ജിമിൻ, ടേ ഇപ്പോൾ സിയോണിൽ പോയേക്കുക. എന്താ സിയോണിലോ? അതെ, അവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണുള്ളത്. അവിടെ നിന്നാൾ പഠിക്കുന്നുണ്ട്. കൂടാതെ ജോലിയും ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ടേനെ അതേപോലെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അവൻ ഇന്ന് രാവിലെ പോയി. എപ്പോ? മെർലിൻ ഡോക്ടർ വന്ന് അവനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഫ്ലൈറ്റ്. അപ്പോൾ അവൻ പോയി. ആരാ കൊണ്ടാക്കിയേ? അവൻ തനിയെ ക്യാബ് ബുക്ക് ചെയ്താ പോയത്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെക്കുറിച്ച്? അവൻ 2 മാസം മുന്നേ തന്നെ അറിയിച്ചിരുന്നയാ. ഞാനും ഓക്കേന്ന് വിചാരിച്ചു. ജെക്ക് പ്രോ അങ്ങനെ കിടക്കുമല്ലേ, അവനും അതൊരു വിഷമമാവണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് നീ ഇത് ടേനോട് പറഞ്ഞോ, ജെക്ക് സുഖമില്ലാതെ കിടക്കുന്ന കാര്യം? ഇല്ല, അതറിഞ്ഞ അവൻ പോവില്ല. അതെന്തായാലും നന്നായി. എന്തായാലും കുഞ്ഞ് കൺഫേം ആയില്ലല്ലോ, അതന്നെ ദൈവഭാഗ്യം. എങ്കിൽ ശരി, ഞാൻ ഓഫീസിൽ പോകണം. ആ ശരി. ഇത് നമ്മുടെ ജിമിൻ വിശ്വസിച്ചു. കാരണം ഷുഗർ കള്ളത്തരം പറയത്തില്ല ജിമിനോട് ഒരിക്കലും. അതുകൊണ്ട് അവൻ കാഷ്വലായിട്ട് നോർമലി നമ്മുടെ ഷുഗർ എടുത്ത് യാത്ര പറഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോവുകയും മാഫിയ വേൾഡിൻ്റെ അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങ് ബിസി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളും ജെക്കിൻ്റെ റൂമിൽ വരിക, കാണുക എന്നുള്ളതെല്ലാം കുറച്ച് കുറഞ്ഞു. കാരണം ജിമിൻ ഇപ്പോൾ കുറച്ച് ബിസി ആയിക്കൊണ്ടിരിക്കുകയല്ലേ.
മാൻഷനിൽ അങ്ങനെ വരാറേ ഇല്ല. ദിവസങ്ങളിൽ 2 ദിവസം, ആഴ്ചകളിൽ 1 ദിവസം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് സീൻ കാണിക്കുകയാണേ. ഡാഡി ഉം. ഡാഡിക്ക് ഞാൻ സ്പോഞ്ച് ബാത്ത് ചെയ്യട്ടെ? എന്താ? അല്ല, ഡാഡിക്ക് ഞാൻ ദേഹമൊക്കെ തുടച്ച് തരട്ടേന്ന്. എടാ, അതിന് മെയ്ഡുണ്ട്, അവർ നോക്കോളും. നീ കഷ്ടപ്പെടണ്ട, അത് ഈ അവസ്ഥയിൽ വേണ്ടടാ. സാരമില്ല, ഞാൻ തന്നെ ചെയ്യാം. നിനക്കതൊരു ബുദ്ധിമുട്ടാവില്ലടാ. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിനെ എനിക്ക് ഇതേപോലെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഡാഡീനെ ശരി, നിൻ്റെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ നമ്മുടെ ജെക്കിനെ സ്പോഞ്ച് ബാത്തൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ നല്ല രീതിയിൽ ഒരുക്കി കിടത്തുന്നുണ്ട്. അന്നത്തെ ദിവസം എപ്പോഴും പോകുന്ന പോലെ തന്നെ പോയി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ ടേൻ്റെ ബെല്ല് ഇങ്ങനെ ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് എന്ന് വെച്ചാൽ ബിഗ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം കാണാനും നമ്മുടെ ടേനെ ഒരുമാതിരി നല്ല രസമുണ്ട് കാണാൻ, ചബ്ബി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജെക്കിക്ക് എന്താണെന്നറിയത്തില്ല, അവനോടൊരുമാതിരി ക്രഷ് തോന്നാൻ തുടങ്ങി. ആ മനസ്സുകൊണ്ട് ജെക്ക് ബെല്ലിൽ കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ്, എൻ്റെ ഈശ്വര, ആ പയ്യൻ ഇനി തിരിച്ചിവനെ തേടി വരാതിരുന്നായിരുന്നെങ്കിൽ, അവന് ആ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ബേബീനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാനെ. അവനിനി ഒരിക്കലും തിരിച്ചു വരല്ലേ. എനിക്കിവനെ വേണം, എൻ്റെ ലൈഫ് ലോങ് വേണം. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇവൻ്റെ ഈ സൗണ്ട്, ഈ ഫേസ്, ഈ കെയറിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ജെക്കിനെ തട്ടി വിളിക്കുന്നു. ഡാഡി, എന്താണ് ചേട്ടക്ക പട്ടാപ്പകൽ എന്ത് സ്വപ്നം കാണാ? ഒന്നുമില്ലടാ, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നേ. എന്തിനാ ഡാഡി കരയുന്നേ? അല്ല, എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പോൾ ബേബിയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ? അതിനിപ്പോൾ എന്താ, ഡാഡിക്കും ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ എന്നെ ബോയ് ഫ്രണ്ടായിട്ട് കരുതിക്കോ. നിനക്കൊക്കെയാണോ? അപ്പം നിന്റെ ബോയ് ഫ്രണ്ട്? എൻ്റെ ബോയ് ഫ്രണ്ട് എന്താ, എൻ്റെ ബോയ് ഫ്രണ്ടിന് എന്നെ ഓർമ്മയില്ലല്ലോ. ഇനി ഒരു പക്ഷെ എന്നെ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പം നമ്മുടെ ജെക്കിൻ്റെ മനസ്സിൽ ഡബിൾ ലഡു പൊട്ടി. എന്താ നീ പറഞ്ഞേ? അല്ല, ഞാൻ ചുമ്മാഞ്ഞ. ഒരു പക്ഷേ അങ്ങനെ നടന്നാ ഞാൻ അങ്ങനെ കേട്ടു ഈ ഡാഡീനെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി, സീരിയസ് ആയിട്ട്. എന്നും പറഞ്ഞ് തമാശകൾ പറഞ്ഞിട്ട് നേരെ അവന് വാഷ്റൂമിൽ പോയി അവൻ ഫ്രഷപ്പ് ആവാൻ വേണ്ടി കയറി. ജെക്ക് ഇതെല്ലാം ആലോചിച്ചെടുക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ. അവന് ഇപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ടേനെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൊള്ളിച്ചിട്ട് നേരെ ഇറങ്ങി വരികയാണ്, ഒരു ടവലൊക്കെ കെട്ടിയിട്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോഷം പറയരുത്, ചിക്കൻ നല്ല രീതിയിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ ജെക്ക് ഇങ്ങനെ നോക്കിക്കിടക്കുകയാണ് ഇവനെ തന്നെ ആ വാഷ്റൂമിൻ്റെ ഡോറിലോട്ടോ. പെട്ടെന്ന് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്ത് എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജെക്ക് ഒന്ന് സ്തംഭിച്ചു. കാരണം ഒരുമാതിരി ഒരു ഗേൾ എങ്ങനെയാണ് വരുന്നത് അതേപോലെ ഇങ്ങനെ ടവലൊക്കെ കെട്ടിയിട്ട് അദ്ദേഹത്തൊക്കെ ഇങ്ങനെ ജലത്തുള്ളികളൊക്കെ ഇങ്ങനെ ഇറ്റിറ്റി കൊണ്ടിരിക്കുന്നുണ്ട്. തലയിൽ കൂടെയൊക്കെ ഒരുമാതിരി മെസ്സി ആയിട്ടുള്ള തല നനഞ്ഞു കിടക്കുന്നു. അവൻ്റെ ഈ പിരികത്തിൽ നിന്നിങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ നേരെ ചുണ്ടിൽ വന്ന് വീഴുന്നു, മൂക്കിൽ വന്ന് വീഴുന്നു. അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇവന് എന്താണെന്ന് ഇതൊരു വല്ലാത്തൊരു ഫീല്. പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ അവനൊന്ന് പിടിച്ച് കെട്ടി പിടിക്കണം എന്നൊക്കെ ഉണ്ട്, ഉമ്മയും കൊടുക്കണം എന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഈ അവസ്ഥയിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജെക്കി കൺട്രോൾ ചെയ്ത് കിടക്കുകയാണ്. ഡാഡി പെട്ടെന്ന് അതേ ടവലിനോട് തന്നെ ജെക്കിൻ്റെ അടുത്ത് വരികയാണ്. ജെക്കി കൊള്ള കണ്ടിട്ടുണ്ട് പോയി. എന്താ ഡാഡി? ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ? എന്താ? അല്ലടാ, ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ തന്നെ. എന്ത് പറ്റി? അല്ല, എനിക്കൊരുപാട് എന്തൊക്കെ ഒരു വിഷമം പോലെ. ഞാൻ നിന്നൊന്ന് ഹഗ് ചെയ്തോട്ടെ? അങ്ങനെ നമ്മുടെ ജെക്ക് ഒരു കിസ് കൊടുത്ത് നമ്മുടെ ടേനെ കെട്ടിപ്പിടിച്ചു. ടേയും അത് പ്രതീക്ഷ എന്ന പോലെ അനങ്ങാതെ അവനോട് ചേർന്ന് കിടക്കുകയാണ്.
ഉം, ഛേ, എന്താ എന്താ ഡാഡി? ഒന്നുമില്ല. നീ തല നല്ലപോലെ തോർത്ത്, ഉം. എന്നിട്ട് ആ ഡ്രയർ വെച്ച് നല്ലപോലെ ഡ്രൈ ചെയ്യ്. പനി പിടിക്കും. ശരി. ഡേ, എൻ്റെ കബോർഡിൽ ഒരു ഡ്രസ്സ് ഇരിപ്പുണ്ട്, ഒരു റെഡ് കളറ്. റെഡ് കളർ. അത് നീ എടുത്തിട്ടോ, നിനക്ക് നല്ല പാകമായിരിക്കും. ഉം. ശരി. എന്നെ ഇട്ട് കാണിക്കണേ. ഉം. അങ്ങനെ ടേ ചെന്ന് ആ കബോർഡ്, ജേക്കൻ്റെ കബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് ഡ്രസ്സുണ്ട് കേട്ടോ, മാച്ചിങ് ആയിട്ടുള്ള. അതായത് നമ്മുടെ ടേയ്ക്കും ജേക്കിക്കും സെപ്പറേറ്റീവായിട്ട് തുണിയൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. ജേക്കയുടെ കളർ തന്നെ ആയിരിക്കും, ജേക്ക എന്ത് ഡ്രസ്സാണ് ഇടുന്നത് അതേ ഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മുടെ ടേക്കുട്ടനും വാങ്ങാറ്. ജേക്ക് അങ്ങനെ ഒരുമാതിരി കോംബോ രീതിയിലായിരിക്കും എടുക്കുന്നത്. രണ്ടുപേരും സെയിം ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇടുന്നത്. അപ്പോൾ ടേ നോക്കുമ്പോൾ ഒരു റെഡ് കളർ ഷർട്ട്, അവൻ പറഞ്ഞ കണക്ക് ഒരു എന്താണ്, ഒരു ബെൽബറ്റ്, നല്ല രസമുണ്ട് കാണാൻ, ഷർട്ട് കാണാൻ. അപ്പം അതെടുത്തിട്ട് അവന് പക്ക മാച്ച്, പക്ക ഫിറ്റ് കാണും. അവനതിട്ടിട്ട് ഡാഡി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഇപ്പം തന്നെ ആര് കണ്ടാലും ഒന്ന് മോഹിക്കും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ജേക്ക് ടേൻ്റെ ആ ബേബി ബമ്പിൽ കൈവച്ച് തടവാൻ തുടങ്ങി. നമ്മുടെ ടേക്കാണ് സത്യം പറഞ്ഞാൽ കരച്ചിലാണ് വരുന്നത്. കാരണം ഇത് ടേ ആഗ്രഹിച്ചതാണ് അവൻ്റെ ആ വയറ്റിൽ നമ്മുടെ ജേക്ക് ഒന്ന് തലോടണമെന്ന്. അത് ഇപ്പോൾ ഏകദേശം ആഗ്രഹം നടന്നു. ടേ അവനറിയാതെ ജേക്കിനെ വാരിപ്പുണരാൻ തുടങ്ങി. ടേ, എന്താ പറ്റിയടാ? ചുമ്മാതിരി ഡാഡി, ഒന്ന് സംസാരിക്കില്ലേ കുറച്ച് നേരത്തേക്ക്, ഞാൻ ഡാഡിനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. നമ്മുടെ ജേക്ക് ആ കിടപ്പ് തന്നെ കിടക്കുകയാണ്, അവനോട് ചേർന്ന് അവൻ്റെ ബെല്ലിൽ ഇങ്ങനെ കൈവച്ച് തടവിക്കൊണ്ട്. ഹായ് ഡാ, ഞാൻ നിങ്ങളുടെ ദേവാച്ചിരി ക്യൂട്ട് ബേബീസിന് ക്യൂട്ട് വിദ്യ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കും. എനിക്ക് പേഴ്സണലി ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങൾക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ദേവാച്ചിരി ക്യൂട്ട് ബേബീസിൻ്റെ ഫാമിലി വകയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു സ്മോൾ റിക്വസ്റ്റ്. എന്താണെന്നല്ലേ, നമ്മളുടെ ചാനലിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദയവായി നമ്മുടെ ദേവാച്ചിരി ക്യൂട്ട് ബേബീസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അത് വന്ന് ജോയിൻ ചെയ്യുക. അപ്പോഴേ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് വിട്ടാൽ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് ഇടുന്ന ചിലത് എനിക്ക് വായിക്കാൻ വരുന്നില്ല, ചില ടെക്നിക്കൽ ഇഷ്യൂ, പിന്നെ റേഞ്ച് ഇഷ്യൂ, അങ്ങനത്തുള്ള കുറച്ച് പ്രോബ്ലം എനിക്ക് വരുന്നുണ്ട്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവാച്ചിരി ക്യൂട്ട് ബേബീസിൻ്റെ ഫാമിലീസിനെ ഒന്ന് ബിഗ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുണ്ട് കുറച്ച് പ്രോഗ്രാംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് വോച്ചേഴ്സ്, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ഡെഡിക്കേഷൻ സ്റ്റോറീസ്, ബർത്ത്ഡേ വിഷസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മുടെ ഫാമിലി ഒന്ന് ബിഗ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേഴ്സണലി എനിക്ക് ഒന്ന്, നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടിരുന്ന ഗ്രൂപ്പിൽ എനിക്കൊരോ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനും ശരി, അതുപോലെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മുടെ ചാനലൊന്ന് ബിഗ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒന്ന് ബിഗ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനെന്ന്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ചെയ്താൽ ചേച്ചി കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. എടാ, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, ചില യൂട്യൂബ് ചാനൽസിന് അടിമയാണ്, ഫാൻ ഫിഷൻ സ്റ്റോറിക്ക്. എനിക്ക് നോർമലി ഇതേപോലെ നിങ്ങളെങ്ങനെയാണ് എൻ്റെ സ്റ്റോറി കേൾക്കുന്നത് അതേപോലെ തന്നെ ഞാനും കുറച്ച് സ്റ്റോറി കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും ഞാൻ ചില സ്റ്റോറികൾ മിസ് ചെയ്യാതെ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ ഒരുത്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് കരുതാൻ, നിങ്ങളെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് കരുതുന്നുണ്ട്. നമ്മൾ ദേവാചിരിൻ്റെ ക്യൂട്ട് ബേബീസിൻ്റെ ഫാമിലി വകയായിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ദിവസമാവട്ടെ ഇന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മളെ ഫാമിലി ഒന്ന് ബിഗ് ആവാൻ വേണ്ടി സപ്പോർട്ട് നിങ്ങളുടെ ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ നിങ്ങൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യും. അവിടെ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.